മിനിഞ്ഞാന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് ഇതിന് മുമ്പുണ്ടായ കാഴ്ചയിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ നടപ്പിലാവുന്നില്ല എന്ന് മന്ത്രിയോട് പറഞ്ഞപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ എല്ലാം ക്ലിയർ ആണെന്നാണ് മന്ത്രിയോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കമ്മിങ് ഫ്രം ദ ഗ്രൗണ്ട്, താഴെ തട്ടിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് പറയും, യു ഹാവ് ടു ട്രസ്റ്റ് അസ്. ഈ പറഞ്ഞ വേഗതയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഒന്നും വേണ്ട. സർവീസ് റോഡുകളുടെ കുഴി അടക്കാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം പോലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് ശരിയല്ല, ഉദ്യോഗസ്ഥരോട് കർശന നിർദ്ദേശം കൊടുക്കുക. ഓണമാണ് വരാൻ പോകുന്നത്, ഈ സർവീസ് റോഡിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്ന നടപടിയെങ്കിലും വേഗത്തിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ചെയ്യുമെന്ന് അറിയാൻ അടുത്ത ദിവസം NHAIയുടെ കോഴിക്കോട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുന്നുണ്ട്. അതിനോടും ഈ പറയുന്ന പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണെങ്കിൽ MP എന്നുള്ള നിലയിൽ നേരിട്ട് ഇനി സമരത്തിന് നേതൃത്വം നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് തവണ പാർലമെന്റിനകത്തും പുറത്തുമായിട്ട് ഇടപെട്ടു, നിരവധി തവണ മന്ത്രിയെ കണ്ടു, നിരവധി തവണ കത്ത് കൊടുത്തു, നിരവധി തവണ ഉദ്യോഗസ്ഥരുമായിട്ട് മീറ്റിംഗ് നടത്തി, 2 തവണ MPs കോൺഫറൻസിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു, മറ്റു മന്ത്രിമാരുമായിട്ട് പറഞ്ഞു. പക്ഷേ ഒരു വലിയ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ദുരിതം അല്ല, വടകരക്കാർക്ക് നിത്യ ദുരിതമാണ് ഈ ദേശീയപാത നിർമ്മാണം സമ്മാനിക്കുന്നത്. ഈ അവസ്ഥക്ക് മാറ്റം വരുത്താൻ സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനമാവുന്നില്ലെങ്കിൽ ഇനി പ്രതിഷേധത്തിന് നേരിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളത് നിങ്ങളിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദുരവസ്ഥ ഇത് ഇങ്ങനെ തന്നെ തുടരുകയാണെന്നുള്ള വിവരം ഏതായാലും